നമസ്കാരം. കുഴൽനാടാ, കുഴൽനാടൻ നാവടക്കി പണിയെടുത്തില്ലെങ്കിൽ സ്വയം പണി കിട്ടി വീട്ടില് ഇരിക്കേണ്ടി വരും. ഇയാൾ ആരെയാ മര്യാദ പഠിപ്പിക്കുന്നത്? താങ്കളൊരു വെറുപ്പിക്കലിന്റെ അച്ഛനായി മാറിയിരിക്കുക അല്ലേ? കഴിഞ്ഞ ദിവസം ഇന്ദിരാഭവന്റെ മുന്നിൽ നിന്ന് ഒരു കൂട്ടം മാധ്യമങ്ങളോട് താങ്കൾ എന്താ പറഞ്ഞത്? കോൺഗ്രസിന് വോട്ട് ചെയ്തവർ ലക്ഷ്മണ രേഖ ലംഘിക്കരുത്, ഞങ്ങൾ 63 MLA-മാർ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും, മുസ്ലിം ലീഗ് അവരുടെ പാർട്ടിക്കകത്തെ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതിയെന്ന്, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാകണമെന്ന് കോൺഗ്രസ് തീരുമാനിക്കുമെന്ന്. കുഴൽനാട, MP-മാരാരും നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടെന്ന് പറഞ്ഞുള്ള ഒരു ലക്ഷ്മണരേഖ ഹൈക്കമാൻഡ് വരച്ചിട്ട് 1 മാസം പോലും ആയില്ലല്ലോ. അത് മായ്ച്ചു കളഞ്ഞു കുഴൽനാട. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്ന മുഖ്യമന്ത്രിയെ ഇനിയും നിശ്ചയിക്കാത്ത സാഹചര്യത്തിൽ ജനാധിപത്യ കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ മുഖ്യമന്ത്രി ആരാകണമെന്നും ആരാകരുതെന്നും അഭിപ്രായം പറയാനും പങ്കുവയ്ക്കാനുമുള്ള നിയമപരമായ അവകാശമുണ്ട്. ഇവിടെ എന്താ അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിച്ചിട്ടുണ്ടോ? മുസ്ലിം ലീഗിന്റെ പിന്തുണയിൽ ജയിച്ച മുന്നണിയുടെ മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന അഭിപ്രായം ഏത് വേദിയിലും പറയാനുള്ള അവകാശം അവർക്കുമുണ്ട്. അതുകൊണ്ടാണ് ഹൈക്കമാൻഡ് അവരോട് അഭിപ്രായം ചോദിച്ചത്. അവരോട് മാത്രമല്ല, എല്ലാ ഘടകകക്ഷികളോടും ചോദിച്ചത്. കോൺഗ്രസ് വക്താവ് അനൂപ് ഏഷ്യാനെറ്റിൽ ചാനൽ ചർച്ചയിൽ അന്തിച്ചർച്ചയിൽ പറയുന്നത് കേട്ടു: സാമൂഹ്യ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പൊതുബോധം മാനദണ്ഡമാക്കി അല്ല കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെന്ന്. അനൂപേ, UDF-ന്റെ അനുഭാവികളുടെ ബലത്തിൽ 2021 കിട്ടിയ 41 സീറ്റുകളാണ് കേരളത്തിലെ UDF-ന്റെ വോട്ട് ബാങ്ക്. യഥാർത്ഥ വോട്ട് ബാങ്ക് അതിലും താഴെയാണ്. ഇപ്പോൾ പിണറായിയുടെ ജനവിരുദ്ധ സർക്കാരിനെ പുറത്താക്കി മതേതരവും ജനാധിപത്യവും സുതാര്യതയും ഉയർത്തിപ്പിടിക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ അധികാരത്തിൽ വരണമെന്നത് പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയ ക്യാമ്പയിൻ സൃഷ്ടിച്ച പൊതുബോധമാണ്. മനസ്സിലായോ വല്ലത്? അതിന്റെ ബലത്തിൽ കിട്ടിയതാണ് ഈ എക്സ്ട്രാ 61 സീറ്റുകൾ. അതുകൊണ്ട് കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവായും മുന്നണി നേതാവായും വിജയകരമായും മാതൃകാപരമായും പ്രവർത്തിച്ച് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം വിജയിക്കുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും നേതൃത്വം കൊടുത്ത് മികച്ച വിജയം മുന്നണിക്കും പാർട്ടിക്കും ഉണ്ടാക്കി കൊടുത്ത VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറയുവാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഘടകകക്ഷികൾക്കും വോട്ടർമാർക്കും ഉണ്ട്. കുഴൽനാടാ, അഭിപ്രായം ആർക്കും പറയാം, തീരുമാനമെടുക്കുന്നത് മാത്രമേ കോൺഗ്രസിനുള്ളൂ. തീരുമാനമെടുക്കാൻ കോൺഗ്രസിനാണ് അവകാശം, അധികാരവും. ഒരു കാലിച്ചായ പോലും പ്രതീക്ഷിച്ചിട്ടല്ല 10,000 കോൺഗ്രസ് നയിക്കുന്ന മതേതര മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരാൻ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകളും കമന്റുകളും എഴുതി പോരാടിയത്. അതും മറക്കണ്ട. കോടികളുടെ PR വർക്കിനേക്കാളും മുൻപന്തിയിലാണ് സാധാരണക്കാരന്റെ പോസ്റ്റുകളും കമന്റുകളും.